അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സഹോദരന്മാരെ, നിങ്ങൾ മനസ്സിലാക്കി വന്നത് സൂറത്തുൽ ഫാത്തിഹ ദിക്ർ. ആ സൂറത്തുൽ ഫാത്തിഹത്തിൽ പ്രധാനമായിട്ടും രണ്ട് വിഷയം അറിഞ്ഞത് ദിക്ർ സൂറത്തിൽ നിങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ ഈ സൂറത്തിനെ തഫ്സീറാക്കുമ്പോൾ വിശദീകരിക്കുമ്പോൾ അതിൽ ചൊന്നങ്ങനത്തെ ഒരു പ്രധാനമായിട്ടുള്ള വിഷയം ദിക്ർ. വഹാദിഹി സൂറ ലഹ മുമയ്യിസാത്തുൻ തതമയ്യസു ബിഹാ അൻ ഗൈരിഹാ. ഈ സൂറത്തുക്ക് ചില പ്രത്യേകത ഉണ്ട്. ആ പ്രത്യേകത വേറെ സൂറത്ത് ഇല്ലാത്ത പ്രത്യേകത ഇത് കൊണ്ടു. എന്താ ദിക്ർ? ഒന്ന്, അന്നഹ റുക്നുൻ ഫി സ്വലവാത്ത്. നിസ്കാരത്തിലെ റുക്ന ദിക്ർ ഈ സൂറത്ത്. ബാക്കി സൂറത്ത് നിസ്കാരത്തിൽ ഓതിയില്ലെങ്കിലും നിസ്കാരം പൂർത്തിയാവും. ആയെങ്കിൽ ഈ സൂറത്ത് നിസ്കാരത്തെ റുക്കുനാക്കി വെച്ചത്. അല്ലത്തി ഹിയ അഫ്ളലു അർക്കാനിൽ ഇസ്ലാം ബഅദ ഷഹാദതൈൻ. ആ നിസ്കാര ചൊല്ലുന്നതാവട്ടു ഇസ്ലാമിലെ പില്ലറിൽ രണ്ടാമത്തെ ദിക്ർ. ഷഹാദത്തിൽ പിന്നുള്ളേ സ്വലാത്ത് ചൊന്തല് ആ നിസ്കാരത്തിൽ വെച്ചിട്ടുള്ള റുക്ന ദിക്ർ ഈ സൂറത്തുൽ ഫാത്തിഹ ഓതുന്നത് ചൊന്തു. ഫലാ സ്വലാത്ത ലിമൻ ലം യഖറ ബിഫാത്തിഹത്തിൽ കിതാബ്. ആ സൂറത്തുൽ ഫാത്തിഹ നിസ്കാരത്തിൽ ഓതുല്ലമ അവന്റെ നിസ്കാര പൂർത്തിയല്ല ചൊന്തുള്ള രൂപത്തിലെ ദിക്ർ. വമിൻഹ അന്നഹ റുഖിയ. എന്നിട്ട് രണ്ടാമത്തെ ചൊല്ലേ ഈ സൂറത്തുൽ ഫാത്തിഹ ചൊന്തൽ എന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ചൊന്ന പോലെ റുഖിയ ദിക്ർ. രോഗിക്ക് നഗ ഈ സൂറത്ത് ഓതി എന്തായെങ്കിൽ അവനക്ക് ചിലപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചെങ്കിൽ ഷിഫ കൊടുക്കൂ ചൊന്തലത് ദിക്ർ. ഇതിന് കിട്ടേ ഇതാ ഖുറിയ ബിഹാ അലൽ മരീദില്ല. ഒരു രോഗിക്ക് നങ്ങ ഇതിലെ ഓതി എന്തായെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഉദ്ദേശപ്രകാരം അല്ലാഹു ഇതിന് എന്തായെങ്കിൽ ഷിഫ കിട്ടൂ ചൊന്ത ദിക്ർ. ഏത് ഈ സൂറത്തുൽ ഫാത്തിഹ ചൊന്തുള്ളത് ഓതിയപ്പ ചൊന്നത് ഇത് ഷിഫ ദിക്ർ ചൊന്തുള്ള രൂപത്തിൽ. ഇതിൽ പ്രധാനമായിട്ടുള്ള ഒരു വിഷയം ദിക്ർ ഈ സൂറത്തുൽ ഫാത്തിഹത്തെ വെച്ച് നിർബന്ധമായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണായി നിസ്കാരത്തെ റുക്നു ചൊന്നല്ലേ. മൻ സ്വല്ല സ്വലാത്തൻ, ഒരു വ്യക്തി നിസ്കരിച്ച ലം യഖറ ഫീഹാ ബി ഉമ്മിൽ ഖുർആൻ ഫഹിയ ഖിദാജുൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പദയിതിക ഈ സൂറത്തുൽ ഫാത്തിഹ ഓതാത്തോണം നിസ്കാരത്തിൽ അവനെ നിസ്കാര ഖിദാജ ദിക്ർ. അതായത് മൂന്ന് വട്ടം ചൊല്ലും ഉദ്ദേശിക്കരെ പൂർത്തിയല്ല, നിസ്കാര പൂർത്തിയല്ല. അപ്പൊ അത്ര മഹത്വ ദിക്ർ ഈ സൂറത്ത് വെച്ചത്. ഫഖീല ലി അബി ഹുറൈറ റളിയല്ലാഹു അൻഹു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചില ആൾമാർ ചൊന്നാർ ഇന്നാ നകൂനു വറാ അൽ ഇമാം. നങ്ങ ഇമാമറെ പെറോലല്ലേ ഇക്കരെ പിന്നെ അങ്ങനെ സൂറത്ത് ഓതുരെ. നങ്ങ ഇമാമറെ പെറോലല്ലേ ഇക്കരെ. ഫഖാല ഇഖറ ബിഹാ ഫി നഫ്സിക്. നിങ്ങൾ സ്വന്തമായിട്ട് ഓതൊരു സ്വന്ത ദിക്ർ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പ്രത്യേകമായിട്ടും മഅ്മൂമർക്ക് പോലും അവിടെ ഉപദേശം കൊടുത്ത കാണാം. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകമായിട്ടും മനസ്സിലാക്കണ വിഷയം ദിക്ർ ഈ സൂറത്തിന് പ്രധാനമായിട്ടുള്ള മഹത്തരമായിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുദ്സിയായ ഹദീസ് കൊണ്ട് അരിപ്പാട്ടിയതായ വിഷയം ദിക്ർ നിങ്ങൾക്ക് അറിഞ്ഞിട്ട് ഈ സൂറത്തിനെ നിങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുമല്ലേ. എന്താ ദിക്ർ? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചൊല്ലക്കാണ് ഫഇന്നി സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിയിട്ട് ഞാൻ കേട്ട എന്താ ദിക്ർ റസൂൽ ചൊന്നത്? ഖാലല്ലാഹു തആല, അല്ലാഹു ചൊന്നുറാ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബിയിൽ നിന്ന് കേട്ടിട്ട് അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നു ഞാൻ അല്ലാഹു നിന്ന് കേട്ട. അപ്പൊ ഖുദ്സിയായ ഹദീസ് ദിക്ർ. എന്താ ദിക്ർ നബി കേട്ടത്? ഖസംതു സ്വലാത ബൈനി വബൈന അബ്ദി നിസ്ഫൈൻ. നിസ്കാരത്തെ അതായത് സൂറത്തുൽ ഫാത്തിഹയെ നാണ് ജണ്ടാക്കിര നണ്ടും നന്റെ അടിമലെ ഇടയിലെ ദിക്റന്ത്. അപ്പൊ എന്ത് ദിക്റ ജണ്ടു കൊണ്ട് ഉദ്ദേശിച്ചത്? വലി അബ്ദി മസ്അല, നന്റെ അടിമ എന്തോന്ന് കേട്ട് അത് അവനക്ക് കൊടുക്കര. ഫഇദാ ഖാലൽ അബ്ദു, നന്റെ അടിമ തായെങ്കിൽ അല്ലാഹു ചൊല്ലേ ഞങ്ങളെ നിസ്കാരത്തിൽ ഞങ്ങൾ ചൊല്ലുന്ന ഓതുന്ന സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതികരിക്കരെ. ഞങ്ങൾ ചൊല്ല അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ചൊല്ലുമ്പോൾ ഖാല അല്ലാഹു തആല, അപ്പൊ അല്ലാഹു ചൊല്ല ഹമീദനി അബ്ദി, നന്റെ അടിമ നന്റെ പ്രശംസനാക്കിയ, നന്റെ സ്തുതിച്ച, നന്റെ ഹംദാക്കിയ അല്ലാഹു ഖുശി ദിക്ർ. അത് ആരൊട്ടിಗೆ ദിക്ർ ചൊല്ലത് ഉലമാക്കന്മാർ നിങ്ങൾക്ക് വ്യക്തമായി തരിപ്പാട്ടിയാർ. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ല മലക്കുമാരൊട്ടിಗೆ ദിക്ർ. മലക്കുമാരൊട്ടിಗೆ തന്റെ അടിമയുടെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ല ദിക്ർ. എന്നിട്ട് ഒരു വ്യക്തി അവനോട് അടിമ ചൊല്ല അർ റഹ്മാൻ റഹീം ചൊല്ലുക നിസ്കാരത്തിൽ ചൊല്ലുന്ന അല്ലാഹു ചൊല്ലുക കാണാ. ഖാല അല്ലാഹു തആല അസ്ന അലയ്യ അബ്ദി, നന്റെ അടിമ നന്റെ പ്രശംസനാക്കിയ അല്ലാഹു ഖുശി ദിക്ർ.
ഇതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി ചൊല്ലേ വഇദാ ഖാല മാലിക് യൗമിദ്ദീൻ നന്റെ അടിമ മാലിക് യൗമിദ്ദീൻ ചൊന്നെന്തായെങ്കിൽ ഖാല അല്ലാഹു ചൊല്ലേ മജ്ജദനി അബ്ദി നന്റെ മഹത്വപ്പെടുത്തിയ നന്റെ അടിമ നന്റെ മഹത്വപ്പെടുത്തിയ ആർക്കും വേണ്ട ഞങ്ങളെ ആ ഒരു ഓത്തുക അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രതികരണം എത്തിക്കർ അത് മനസ്സിലാക്കി വെക്കണം. അതേപോലെ എന്നിട്ട് പിന്നെ ഞങ്ങൾ ചൊല്ലാം ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഈ ഒരു പൽക്ക ചൊല്ലുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലkana ഹാദാ ബൈനി വ ബൈന അബ്ദി വലി അബ്ദി മാ സഅല ഇതും നന്റെ അടിമയുടെ ഉള്ളത് എത്തിക്കർ നന്റെ അടിമ എന്തൊന്നു കേക്കറ അത് ഞാൻ അവന് കൊടുക്കറ അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾ ചൊല്ലത് എത്തിക്കർ. എന്നിട്ട് പിന്നെ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ ചൊല്ലുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ല ഹാദാ ലി അബ്ദി ഇത് നന്റെ അടിമകുല്ലേ ദൈതിക്കർ വലി അബ്ദി മാ സഅല എന്തൈതിക്കർ നന്റെ അടിമ കേക്കറെ അത് ഞാൻ അവന് കൊടുക്കുക റെഡിയില്ല. അപ്പൊ ഞങ്ങൾ ആത്മാർത്ഥയിട്ട് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം അല്ലാഹുവേ സിറാത്തൽ മുസ്തഖീമക്ക് നന്റെ തെറുകാട്ടല്ല നന്റെ നിലനിപ്പാട്ടല്ല ആ ഒരു സബാത്ത് നക്ക് ചൊല്ലെ സ്ഥിരത നീ താ അല്ലാഹു ಅಂತ അല്ലാഹുവട്ടിಗೆ ദുആർക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലെ വലി അബ്ദി മാ സഅല ഏതൈതിക്കർ നന്റെ അടിമ കേട്ടത് അത് അവനുക്ക് ഞാൻ കൊടുക്കറ. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായിട്ടും ഞങ്ങൾക്ക് അരിപ്പാട്ടിയതായ ഒരു വിഷയത്തിക്കർ സൂറത്തുൽ ഫാത്തിഹയിൽ ഉലമാക്കമാർ അടിച്ചുനാർ വഫി ഹാദൽ ഹദീസ് ഈ ഹദീസിൽ ഞങ്ങൾക്ക് പ്രത്യേകമായിട്ടും മനസ്സിലാക്കുള്ളത് അന്ന മൻ സല്ല സ്വലാത്തൻ ഒരാൾ നിസ്കരിക്കുന്ന സന്ദർഭത്തിൽ ലം യഖറ ഫീഹാ ബി ഉമ്മിൽ ഖുർആൻ അവൻ സൂറത്തുൽ ഫാത്തിഹ ഓതില്ല ಅಂತಾയെങ്കിൽ ഫഹിയ സ്വലാത്തുൻ ഖിദാജുൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലല്ലേ അത് ഖിദാജ് ഇത്തിക്കറ ഐ നാഖിസത്തുൻ ഗൈറു തമ്മ അത് പൂർത്തിയല്ല പൂർത്തിയായിട്ടില്ല ಅಂತ നിസ്കാര സൂറത്തുൽ ഫാത്തിഹ ഓതില്ലെങ്കിൽ പൂർത്തിയായിട്ടില്ല ಅಂತ അവിടെ മനസ്സിലാക്കി വെക്കണേ പ്രധാനമായിട്ടുള്ള വിഷയത്തിക്കരുത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കററ ദാലിക സലാസ മററാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിദാജുൻ ചൊന്തു 3 വട്ട ആവർത്തിച്ച് ഇത്തിക്കറിച്ചത് എന്ത് കൈത്തിക്കര തഅക്കീദൻ അലാ അഹ്മിയതിഹാ അതിന്റെ മഹത്വത്തെ അരിപ്പാട്ടുക ഇത്തിക്കറ്. അപ്പൊ അതുകൊണ്ട് ഈ സൂറത്തുൽ ഫാത്തിഹത്തെ ഞങ്ങളുടെ ജീവിതത്തിൽ നിർബന്ധമായിട്ടും ഞങ്ങൾ പ്രാവർത്തികമാക്കണായത് അതിന്റെ അർത്ഥത്തോടു കൂടി ഇത്തിക്കറ് അതിനെ മനസ്സിലാക്കി ദൈതിക്കർ ആ അർത്ഥ എത്തിക്കർ ഇൻഷാ അല്ലാഹ് ഇനി പണ്ട് ഓരോ ക്ലാസ്സസിലായിട്ട് ഞങ്ങൾ മനസ്സിലാക്കൂല്ലേ. അതിൽ തുടങ്ങുന്നത് ഒന്നാമത്തെ ഇത് നിങ്ങൾക്ക് തുടങ്ങുള്ളത് ഒരു ചെറിയ ഷോർട്ട് ആയിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കരുത് അത് എത്തിക്കര് അഊദു ചൊല്ലുന്ന വിഷയം ഞങ്ങൾ ഏത് സൂറത്ത് ഓതുമ്പോ ഒന്നാമത്തെ ചൊല്ല് അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം അവിടെ ഒരു 2-3 വിഷയം ഞങ്ങൾ മനസ്സിലാക്കി. സാധാ ആൾമാർ അഊദു എന്ന് ചൊല്ലാറ് ദാൽ ഊതു ചൊല്ലെങ്കിൽ നാണ് രോഗിയെ സന്ദർശിക്കപ്പോണ്ടേ ചൊല്ലുറപ്പത് ഞാൻ സന്ദർശിക്കപ്പോണ്ടേ അപ്പൊ ഔദുർ അർത്ഥമുള്ളത് പ്രത്യേകമായിട്ട് മനസ്സിലാക്കും. സാധാരണ ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം ചൊല്ലല്ലേ ഈ ഔദു അല്ലത് സാവണം. ഒന്നാമത്തത് ഫസ്റ്റത്തെ അംസ ഇത്തിക്കർ ആ പിന്നത്തെ ഐന ഇത്തിക്കർ ഐന് ചൊല്ലുന്നത് അറബിയിൽ മാത്രമല്ല ഒരു വേർഡ് ഇത്തിക്കർ വേറെ ഏത് ഭാഷയിലും കിട്ടാത്തൊരു അത് അറബി മാത്രം തിരഞ്ഞെനിക്ക് ഉച്ചരിക്കാവുന്നത്. അപ്പൊ ഐന് ചൊല്ലുമ്പോ അവിടെ ചൊല്ലുമ്പോ ഊതൂന്തല്ല ചൊല്ലേ അപ്പൊ ഊ ചൊല്ലുമ്പോ എന്തായിട്ട് രോഗിയെ സന്ദർശിക്കപ്പോണ്ടത് ചൊല്ലു ഞാൻ സന്ദർശിക്കപ്പോണ്ടേ അപ്പൊ തപ്പിത്തോടെ. ഇനി ചില ആൾമാർ ഔസൂന്ന് ചൊല്ലാറ് ഔസൂന്ന് ചൊല്ലുമ്പോ അർത്ഥം വൈത്ത് അവിടെ എന്ത് ഉദ്ദേശത്തിൽ അഊദു കൊണ്ട് ഉദ്ദേശിച്ചെന്നേ ഞാൻ അഭയ യാചിക്കരാൻ അഭയത്തെ കേൾക്കരാൻ ആറിൽ നിന്നിട്ട് ഷെയ്ത്താനിൽ നിന്നിട്ട് ആരൊട്ടിಗೆ അള്ളാഹുരൊട്ടിಗೆ ഈ ഔദുർ എന്താക്കിയാറ് ഔദു ചൊന്തു സാധാരണ എല്ലാവരും കേൾക്കരുത് ഔദു ബില്ലാഹി ചൊല്ലു ഔദു ബില്ലാഹി ചൊല്ലും അവിടെ ഔദു ബില്ലാഹി അല്ല അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം അത് പ്രത്യേകമായിട്ടും ഞങ്ങൾ മനസ്സിലാക്കി വെക്കണം ഇത്തിക്കറ. അപ്പൊ കൂടെ ഈ അതിരൊട്ടിಗೆ മനസ്സിലാക്കുമല്ലേ അശ്ശൈത്താൻ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം ചൊല്ലുമ്പോ സാധാരണ ശൈത്താൻ ചൊല്ലുന്നത് ശൈത്താനല്ല സീനുമല്ല താവുമല്ല അത് ഷീൻ ഐത്തിക്കർ പിന്നെ താ ഐത്തിക്കർ ഷൈത്താൻ അപ്പൊ കറക്റ്റ് ഉച്ചരിക്കണം ഐത്തിക്കർ ഇല്ലെങ്കിൽ അർത്ഥം എന്തായിട്ട് പോകും വേറെ വേറെ ആയിട്ട് പോകും. ഇത് പ്രത്യേകമായിട്ടും മനസ്സിലാക്കണ ഒരു വിഷയത്തിക്കർ. ബാക്കി ഇൻഷാ അല്ലാഹ് നാളത്തെ ക്ലാസ്സിൽ ഞങ്ങൾ മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അല്ലാഹുവിന്റെ ദീനിനെ നല്ല രൂപത്തിൽ മനസ്സിലാക്കുന്ന തൗഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ ജീവിതത്തിൽ വന്നതായ എല്ലാ ചെരുമ്പിലെ തപ്പുരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്ത് മാഫാക്കി തരട്ടെ. ഈമാനോട് കൂടി ജീവിച്ചത് ഈമാനോട് കൂടി മരിക്കുക തൗഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.